ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാ രാജ്യങ്ങളിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും കലാപങ്ങളും ഉണ്ടായ ഉടനെ തന്നെ ഒരുപാട് നിരീക്ഷകർ വിധി എഴുതിയിരുന്നു. ഉടനെ ഇത് ഇന്ത്യയിലേക്കും ആഞ്ഞു വീശുമെന്ന്. ആന്റണി ഹായ്. അതായത് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ മൊത്തവും കലാപമുണ്ടായി. പ്രശ്നങ്ങളും യുദ്ധങ്ങളും പ്രതിഷേധങ്ങളും കൊടുമ്പിരി കൊണ്ടു. റെനി ഹായ്. അല്ലേ, ബംഗ്ലാദേശില് ഏറ്റവും ഒടുവിൽ എന്തായി? പ്രേമരാജൻ ഹായ്. തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി പോലും അവരുടെ ആർമിയെ ഭയന്ന് രാജ്യം ഉപേക്ഷിക്കേണ്ടി വന്നു. നാടുവിടേണ്ടുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചു. അത് കഴിഞ്ഞു നോക്കുമ്പോൾ നേപ്പാളിൽ പ്രശ്നങ്ങൾ. നേപ്പാളിലും ബംഗ്ലാദേശിലേതിന് സമാനമായ സാഹചര്യങ്ങൾ. അത് കഴിഞ്ഞപ്പോഴാണ് ശ്രീലങ്കയിൽ. അപ്പോ ശ്രീലങ്കയിൽ കൂടി ആയപ്പോൾ നമ്മൾ ഉറപ്പിച്ചു, ശരി, ഇനി ആ കാറ്റ് ഇന്ത്യയിലേക്ക് വരാൻ അധിക സമയം വേണ്ടിവരില്ല. അതെ, പ്രതീക്ഷിച്ചതുപോലെ തന്നെ നിരീക്ഷകർ ഏത് കാര്യമാണോ വിധി എഴുതിയത് അതേപോലെ തന്നെ അന്വർത്ഥമാക്കുന്നതാണ് ബംഗ്ലാദേശിൽ തുടർന്നു വരുന്ന കലാപം. ഇന്ത്യയെ ഏതു വിധേനയും പ്രകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ബംഗ്ലാദേശ് അവിടെയുള്ള ഹിന്ദുക്കളെ, ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നത്, തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് ആ മൃതശരീരം പോലും കത്തിച്ച് അവർ ആത്മനിർവൃതി അടയുവാണ്. ഒരു കാഫിറിനോട് താൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തല്ലോ എന്നതിൻ്റെ ആത്മനിർവൃതി അടയുവാണ്. ആ സമയത്ത് നമ്മുടെ രാജ്യത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നിരീക്ഷകർക്ക് അറിയാമായിരുന്നു. അവർ അത് വിധി എഴുതുകയും ചെയ്തു. അതെ, നമ്മുടെ രാജ്യത്തും ഇതേപോലെയുള്ള സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും നരേന്ദ്രമോദിജി രാജിവെക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് വെറുതെ ആയില്ല. അതേപോലെയുള്ള സാഹചര്യത്തിലേക്കാണ് നമ്മുടെ രാജ്യം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്നും ഭ്രഷ്ടനാക്കി ഇവർക്ക് അൽ ഹിന്ദുസ്ഥാനോ അതല്ലെങ്കിൽ അൽ കേരളമോ ഒക്കെ സ്ഥാപിക്കാൻ സാധിക്കുമോ എന്നത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അവരുടെ ലക്ഷ്യം ഇന്ത്യയെ താഴെ ഇറക്കുക. അതുകൊണ്ട് തന്നെയാണ് ദേശവിരുദ്ധ പ്രസ്താവനകളുമായി നമ്മുടെ പപ്പുപിള്ള അങ്ങിങ്ങായി കറങ്ങി നടക്കുന്നതും നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോ രാജ്യത്ത് ഉടനെ തന്നെ ആഭ്യന്തര കലാപമുണ്ടാകുമെന്നും നരേന്ദ്രമോദി രാജിവെച്ച അധികാരത്തിൽ നിന്നും ഇറങ്ങി ഷെയ്ഖ് ഹസീന പലായനം ചെയ്തതുപോലെ പലായനം ചെയ്യപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുമാണ് ഇപ്പോൾ നിരീക്ഷണങ്ങൾ വ്യക്തമാക്കുന്നത്. നോക്കി, ജർമ്മനിയിൽ വെച്ച ഇന്ത്യ വിരുദ്ധ പ്രസ്താവന നടത്തി പുലിവാലി പിടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ജർമ്മനിയിലെ ബെർലിനിലെ ഹേർട്ടി സ്കൂളിൽ വെച്ചിട്ടുള്ള ഒരു പൊതുപരിപാടിക്കിടയിലായിരുന്നു സംഭവം. മോദിയുടെ ഇന്ത്യക്ക് വേണ്ടിയുള്ള പദ്ധതികളെല്ലാം നടപ്പിലാക്കാൻ സാധ്യതയില്ല എന്നും അടുത്ത 5 വർഷത്തിനിടയിൽ തന്നെ ആഭ്യന്തര സംഘർഷം പൊട്ടിപ്പുറപ്പെടുമെന്നും അതുകൊണ്ട് തന്നെ ഈ പദ്ധതികളൊന്നും തന്നെ നടപ്പിലാക്കുവാനുള്ള ഒരു സാധ്യത ഇല്ലെന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് അതായത് രാജ്യത്തിന്റെ പുരോഗതിയെ മുൻനിർത്തി നരേന്ദ്രമോദി ഒരുപാട് വിദേശ രാജ്യങ്ങളുമായിട്ട് കരാറുകളിൽ ഒപ്പിടുകയും ഒരുപാട് നവോത്ഥാന, നവീകരണ, പുരോഗതി, വളർച്ച ഇതൊക്കെ ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തന മേഖലകളിൽ സജീവമായി മുന്നോട്ട് പോകുകയും ചെയ്യുമ്പോൾ പപ്പുപിള്ള പല രാജ്യങ്ങളിലും ചെന്നിട്ട് പറയുവാണ്, അതെ, നിങ്ങൾ വിചാരിക്കുന്നതൊന്നും നടക്കില്ല കേട്ടോ. ഉടനെ തന്നെ വരാൻ പോകുന്ന 5 വർഷത്തിനുള്ളില് ഒരു ആഭ്യന്തര കലാപമുണ്ടാകും, ആ കസേര വിട്ട് ഓടിപ്പോകേണ്ടി വരും. നോക്കിക്കുന്നു. അപ്പൊ ഇവരൊക്കെ പ്രതീക്ഷിക്കുന്നത് ഈ രാജ്യത്തിന്റെ നന്മയാണോ? ഈ രാജ്യത്തിന്റെ വളർച്ചയാണോ? പുരോഗതിയാണോ? നശിപ്പിക്കാനല്ലേ ശ്രമിക്കുന്നത്? പ്രവചനങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനിടയിൽ ജർമ്മനിയിലേക്ക് പോയതായിരുന്നു രാഹുൽ ഗാന്ധി. അതിനിടയിൽ പോയി എന്നതിനപ്പുറം
ഇന്ത്യക്കെതിരെ ഇത്തരത്തിലുള്ള വിവാദ പ്രസ്താവനകളും ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം താനൊരു പ്രതിപക്ഷ നേതാവാണ്, ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയെ അപമാനിക്കുന്ന തരത്തിൽ ഉള്ള പ്രസ്താവനകളൊന്നും നടത്താൻ പാടില്ല എന്ന ഒരു പ്രാഥമികമായിട്ടുള്ള അറിവ് പോലും തികയാത്ത അതിന് ഇറ്റലിക്കാരിക്ക് ജനിച്ച മകന് എങ്ങനെയാണ് ഇന്ത്യ മഹാരാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു? രീതിയിലാണ് രാഹുൽ ഗാന്ധിയുടെ പലപ്പോഴായിട്ടുള്ള പെരുമാറ്റം. ഇന്ത്യയുടെ ഉത്പാദന സേവന മേഖലയിലെ GDP അത്യധികം ഉയരുന്ന ഒരു സമയത്താണ് ഇന്ത്യ ഉത്പാദന മേഖലയിൽ വളരെയധികം താഴെയാണെന്നും ഇന്ത്യയുടെ GDP കൂപ്പുകുത്തിയിരിക്കുകയാണെന്നും എന്നുള്ള ആരോപണം ഉണ്ടായിരിക്കുന്നത് രാഹുൽ ഗാന്ധിയിൽ നിന്നും. ഇതുപോലെയുള്ള ആളുകളെയൊക്കെ അഴിച്ചിറക്കി വിടാൻ പാടുണ്ട. ഏ ഇവരെയൊക്കെ ചങ്ങലക്കിടേണ്ടുന്ന സമയം അതിക്രമിച്ചിട്ടില്ല. എവിടെയെല്ലാം ചെന്നിട്ടാണ് ഇന്ത്യ വിരുദ്ധതകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏ അപ്പോ അധികാരം കിട്ടാതെ വന്നപ്പോ ലെവല് പോയതാണ് എന്നാണ് പല ആളുകളും പറയുന്നത്. ഇന്ത്യക്ക് പുറത്തുള്ള പാക്കികളോ ബംഗ്ലകളോ അവരുമായി ചേർന്ന് നിൽക്കുന്ന ചൈനയോ ഒന്നുമല്ല ഇന്ത്യയുടെ ശത്രു, ഇന്ത്യക്കകത്ത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ ചൈനയ്ക്ക് അടിയറവ് പറഞ്ഞിരിക്കുകയാണ് എന്ന രീതിയിൽ രാജ്യത്തെ അങ്ങേയറ്റം അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും രാഹുൽ ഗാന്ധിയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നു എന്നതാണ്. ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെയാകരുതോ ഈ രാജ്യം ഭരിച്ചിരുന്ന പാർട്ടി പാരമ്പര്യമുള്ള വ്യക്തി, രാഷ്ട്രം ഭരിച്ച പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗം എങ്ങനെയാണ് 3 സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോയത്? ജനങ്ങൾക്ക് അവരെ വേണ്ടാതെ വന്നത് എന്തുകൊണ്ടാ? മുസ്ലിം തീവ്രവാദികൾക്ക് ഇന്ത്യ മഹാരാജ്യം തീരെഴുതി കൊടുക്കാൻ തയ്യാറായി നിന്നപ്പോൾ അവർ മനസ്സിലാക്കി ഇവര് നമ്മളെ ഭരിച്ചു മുട്ടിക്കുവാണെന്ന്. അതുകൊണ്ട് അവരെടുത്ത് വെളിയിലിട്ടു. അങ്ങനെയായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി. രാജ്യത്തെ നിർമ്മാണ സേവന രംഗങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഈ അടുത്ത സമയത്തായിട്ട് നടത്തിയിരിക്കുന്നത്. അതിനിടയിലാണ് പ്രതിപക്ഷ നേതാവിന്റെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം എന്നത് രാജ്യത്തെ അത്യധികം കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. രാജ്യത്തെ അപമാനിക്കുന്നത് തന്നെയാണ്. അക്ഷരാർത്ഥത്തിൽ രാജ്യത്തിനെതിരെയുള്ള പ്രതിപക്ഷ നേതാവിന്റെ അപമാനിക്കൽ തന്നെയാണ് ഇത്. ജോർജ് സോറോസ് ഒക്കെ നടത്തുന്ന, ഇന്ത്യയെ അസ്ഥിരമാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന നീക്കങ്ങളുടെ ഒരു തുടർച്ചയായിട്ട് മാത്രമേ രാഹുൽ ഗാന്ധിയുടെ ഈ നീക്കത്തെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുള്ളൂ. വിദേശത്ത് പോകുമ്പോഴൊക്കെയും രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ളതായിട്ടുള്ള പ്രസ്താവനകളാണ് നടത്താറ്. ഇന്ത്യക്ക് അകത്തും അതിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. അതായത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തനത്തിന്റെ ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് ഇവിടുത്തെ ആഭ്യന്തര സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടുവാനാണ് കോൺഗ്രസ് ശ്രമിച്ചിട്ടുള്ളത്. ഇടത് ഭീകരവാദത്തിന് വെള്ളവും ശരിക്ക് ഇനി അധികാരം കിട്ടത്തില്ല എന്നുറപ്പ് വന്നപ്പോൾ ഭാരതത്തിന്റെ ചോര കുടിക്കാൻ കക്ഷി വീർപ്പുമുട്ടി അത്യാർത്തിയോടുകൂടി കാത്തിരിക്കുവാണോ എന്ന് തോന്നിപ്പോകുന്നു. ഈ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ വിരുദ്ധത നമ്മൾ കുറേയായി കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, പറയുന്നു. പക്ഷേ ഇവരുടെയൊക്കെ ഉള്ളിലുള്ള രാജ്യവിരോധത്തിന്റെ ആഴം എത്രയാണെന്ന് ഓർത്തു നോക്കുക. അതിന്റെ 100-1 മാത്രമാണ് ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ പുറത്തു വരുന്നത്. അതെന്താ സതീശൻ? മലയാളമല്ലേ ഞാൻ പറയുന്നത്? മലയാളം കേട്ടാൽ തനിക്ക് മനസ്സിലാകത്തില്ലേ? ഇനിയും താങ്കൾ എപ്പോഴാണോ വരുന്നത് എന്ന് നോക്കി തുടക്കം മുതൽ ഒടുക്കം വരെ താങ്കൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരേണ്ടതുണ്ടോ? ഒരു ലൈവിൽ കയറിയാൽ നമ്മൾ കയറുന്നത് മുതൽ അവരെന്താണോ പറയുന്നത് അത് മനസ്സിലാകുമെങ്കിൽ അവിടെ നിൽക്കുക, അതല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുക. അത് മിനിമം മര്യാദയാ. ചെല്ല്. വളവും നൽകി സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് മേഖലയിൽ കാണിച്ചു കൂട്ടിയത്. അവരുടെ തന്നെ നേതാക്കൾ കൊല്ലപ്പെടുമ്പോൾ പോലും അതിനോടൊത്ത് മാവോയിസ്റ്റുകളോടൊപ്പം നിൽക്കുവാനായിരുന്നു കോൺഗ്രസ് കേഡറുകൾ ആഗ്രഹിച്ചത്. അതായത് വരാൻ പോകുന്ന 5 വർഷത്തിനകത്ത് വലിയ രൂപത്തിൽ ആഭ്യന്തര കലാപമുണ്ടാകുമ്പോൾ ആ പ്രധാനമന്ത്രി കസേര തനിക്ക് കിട്ടുമെന്ന് കരുതി കുപ്പായം തയ്ച്ചു വെച്ച് കാത്തിരിക്കുവാണോ പപ്പു? അതിന് പപ്പുവിന് പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കാനൊക്കെയുള്ള പക്വതയില്ലെന്ന് കഴിഞ്ഞ ദിവസം ആരൊക്കെയോ പ്രസ്താവനകൾ ഇറക്കുന്നതും കണ്ടിരുന്നല്ലോ. ആളുകളെ വിലയിരുത്തുക നമ്മളെ കണ്ടിട്ട്, നമ്മുടെ പ്രവർത്തന മേഖലകൾ കണ്ടിട്ട്. മനസ്സിലായോ? നമ്മള് എങ്ങനെയാണ്, നമ്മൾ ഇനിയിപ്പോ പ്രധാനമന്ത്രി കസേരയിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് രാജ്യത്തെ ഭരിക്കാൻ പറ്റുന്നത്, രാജ്യത്തെ എങ്ങനെയാണ് പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്ന് ജനങ്ങൾക്കുണ്ടാകുമല്ലോ ഒരു ധാരണയൊക്കെ. ഏതാണ്ട് ആ ധാരണയാണ് ഇപ്പോൾ ഇത്തരം പ്രസ്താവനകളിലൂടെ തിരുത്തപ്പെട്ടത് എന്ന് ചിന്തിച്ചാൽ മതി. അപ്പോ നരേന്ദ്രമോദി സർക്കാർ രാജിവെക്കാൻ കാത്തിരിക്കുവാണ് പപ്പു, ആ പ്രധാനമന്ത്രി കസേരയിൽ ഒന്ന് അമർന്നിരിക്കാൻ വേണ്ടി.
കുഴപ്പമൊന്നുമില്ല. ആഗ്രഹമൊക്കെ കൊള്ളാം. തന്നെയുമല്ല രാജ്യം ഭരിച്ച് പാരമ്പര്യമൊക്കെ ഉള്ള ആൾക്കാരും കൂടിയാണല്ലോ. അതുകൊണ്ട് വലിയ തരക്കേടില്ല. പക്ഷേ ജർമ്മനിയിൽ ചെന്ന് പറഞ്ഞത് നമുക്ക് തലവേദനയായോ എന്ന് കൂടി ആലോചിക്കണം. അതുപോലെ നമ്മുടെ രാജ്യത്ത് കുറേയധികം മാധ്യമങ്ങളുണ്ട്. എസ്പെഷ്യലി കേരളത്തിലെ മുക്കാൽ മീഡിയ പോലെയുള്ള ചില മാധ്യമങ്ങളുണ്ട്. അവർക്ക് എവിടെയൊക്കെ മോദി വിരുദ്ധതകളും ഇന്ത്യ വിരുദ്ധതകളും പറഞ്ഞ് പ്രചരിപ്പിക്കാൻ കഴിയുമോ അതെല്ലാം അവർ കൃത്യമായിട്ട് എടുത്ത് ചിലവഴിക്കും. അവർക്ക് വേണ്ടത് ഈ ഭാരതത്തെ തകർത്ത് അവരുടെ നേതാവ് ഫൗണ്ടർ ഹെഡ് മൗദൂദി പറഞ്ഞ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഓടിയെടുക്കണമെങ്കിൽ അവർക്ക് മോദി വിരുദ്ധതകളും ഇന്ത്യ വിരുദ്ധതകളും പറഞ്ഞല്ലേ പറ്റുള്ളൂ. പക്ഷേ അണയാൻ പോകുന്ന തീ ആളിക്കത്തുമെന്ന് പറഞ്ഞതുപോലെ പോപ്പുലർ ഫ്രണ്ട് അണയാൻ പോയ അഗ്നിയായതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ അരിയും മലരും കുന്തിരിക്കവും ഒക്കെ മുദ്രാവാക്യം വിളിച്ച് കേരളത്തിലെ മുഴുവൻ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒന്നൊടുക്കാനുള്ള കാലന്മാരാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളി മുദ്രാവാക്യം മുഴക്കിയപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ശവപ്പെട്ടിയിലെ അവസാന ആണി കേരളത്തിൽ നിന്ന് തന്നെയായിരിക്കുമെന്നും അത് ഡൽഹിയിൽ നരേന്ദ്രമോദി അടിക്കുമെന്നും അജിത് ഡോവലാണ് തീരുമാനിച്ചത്. കോടതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു സംഗതികളെല്ലാം. എന്ന് പറയുന്നത് പോലെ നമ്മൾ എല്ലാ കാലത്തും ഇങ്ങനെ സുഖസുന്ദരമായി അധികാരം, പണം, പ്രൗഢി, പേര്, പ്രശസ്തിയോടുകൂടിയൊക്കെ ജീവിക്കുമെന്ന് നമ്മൾ ധരിക്കുക. പക്ഷേ അതുക്കും എത്രയോ മേലെ നമ്മൾ ആരെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, ആരെയൊക്കെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു, അതുക്കും മേലെ നമ്മളെ ഇല്ലാതാക്കാനുള്ള അഗ്നി അവിടെ തയ്യാറായിട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മുക്കാൽ മീഡിയയുടെ ഗതിയും അധോഗതി. പോപ്പുലർ ഫ്രണ്ടിന് പൂട്ടിട്ടതുപോലെ, മുമ്പ് ജമാഅത്തെ ഇസ്ലാമിക്കും മറ്റുമൊക്കെ പൂട്ടിട്ടതുപോലെ പോപ്പുലർ ഫ്രണ്ടിന് ഇപ്പോൾ മുക്കാൽ മീഡിയയ്ക്ക് വീണ്ടും അടുത്ത പൂട്ടുമായിട്ട് കേന്ദ്രം ഇറങ്ങിക്കഴിഞ്ഞു. പൂക്കളെയും പൂമ്പാറ്റകളെയും ഒക്കെ സ്നേഹിച്ച ഒരു നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദി ബംഗ്ലാദേശിൽ അജ്ഞാതന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. കേരളത്തിൽ വലിയ പ്രശ്നമായിരുന്നു. പ്രത്യേകിച്ചും മീഡിയ ഓൺ ചാനലിന്റെ അടിപ്പൂട്ടി ചർച്ചകൾ. ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം മുഴക്കി ഏതാനും മിനിറ്റുകളും മണിക്കൂറുകളും കഴിഞ്ഞപ്പോഴേക്ക് അവന്റെ തല തെറിപ്പിക്കാൻ ഇന്ത്യയിലെ അജ്ഞാതന്മാർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഹാദിയല്ല, ഹാദിയെ വീരപുരുഷനായി പരിവേഷമണിഞ്ഞ് എല്ലാ കാലത്തും ഇന്ത്യ വിരുദ്ധതകൾ ഛർദിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയ വണ്ണിന് പൂട്ടിടാനും അജ്ഞാതന് വലിയ താമസമൊന്നും ഉണ്ടാകത്തില്ല. കരച്ചിലായിരുന്നു. കാരണം അത്ര വലിയ ദേശീയ നേതാവാണ്. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് വലിയ നന്മ നൽകാനായിട്ട് ചെയ്യാൻ ആഗ്രഹിച്ച ഒരു നേതാവായിരുന്നു ഷെരീഫ് ഉസ്മാൻ ഹാദി. ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തുക, ഇന്ത്യയെ ഖണ്ഡം ഖണ്ഡമായിട്ട് മുറിക്കുക, ഇന്ത്യയെ കത്തിക്കുക തുടങ്ങി വലിയ രീതിയിലുള്ള ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളുമായിട്ട് ഇന്ത്യ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക, ഇന്ത്യയുമായിട്ട് എല്ലാ ബന്ധവും വിച്ഛേദിക്കുക എന്ന തരത്തിൽ അങ്ങനെ നിരവധി ആരോപണങ്ങളും നിരവധിയായിട്ടുള്ള ശ്രമങ്ങളും വിഘടനവാദ ശ്രമങ്ങളും ഒക്കെ നടത്തി അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ, അതായത് അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെ കൂടി കൃത്യമായ രീതിയിൽ മുന്നൊരുക്കങ്ങളോടുകൂടി മുന്നോട്ട് പോയ ഷെരീഫ് ഉസ്മാൻ ഹാദി കൊല്ലപ്പെട്ടപ്പോൾ ഇവിടെ വലിയ സങ്കടമായിരുന്നു ബുദ്ധിജീവികൾക്കും മീഡിയ ഓൺ ചാനലിനുമൊക്കെ. അല്ലെങ്കിലും ബുർഹാൻ വാണിയോ അഫ്സൽ ഗുരുവോ അല്ലെങ്കിൽ അതേപോലുള്ള എല്ലാ നേതാക്കന്മാര് കൊല്ലപ്പെടുകയോ ഈ അല്ലെങ്കിൽ ഹാദിയുടെ തല തെറിച്ചപ്പോൾ അവനു വേണ്ടി കൂട്ടമായിട്ടൊന്നും മയ്യത്ത് നമസ്കരിക്കാൻ സാധിക്കാത്തതിന്റെ വേവലാതി മുക്കാൽ മീഡിയ ഛർദിച്ചത് നമ്മൾ കേട്ടതല്ലേ. അവർക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ പോലും, അവർക്കൊരു മുറിവുണ്ടായാൽ പോലും ഇവിടുത്തെ ബുദ്ധിജീവികളൊന്നും സഹിക്കില്ല. മീഡിയ ഓൺ അതിൽ ഏറ്റവും അഗ്രഗണ്യമായിട്ടുള്ള സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചാനലാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായ മീഡിയ ഓൺ നാളിതുവരെയും സംരക്ഷിച്ചു പോയ ഒരു രീതിയുണ്ട്. ഒരു ഇടത് മുഖംമൂടി, ഒരു ചുമന്ന മുഖംമൂടി അണിഞ്ഞുകൊണ്ട് വിഷയത്തെ സമീപിക്കുകയും ആ വിഷയങ്ങളിലൊക്കെയും തങ്ങളുടെ ഭീകരവാദ പ്രത്യയശാസ്ത്രങ്ങൾ കുത്തിച്ചെരുകയും ചെയ്യുന്ന ഒരു ചാനലാണ് മീഡിയ ഓൺ. അതുകൊണ്ടാണ് അവർ നിരോധിക്കപ്പെട്ടത്. ഈ ചാനലിൽ മറ്റൊരു പ്രത്യേകത സൂക്ഷിച്ചു നോക്കേണ്ട കാര്യം തന്നെയില്ല. ഈ ഷെരീഫ് ഉസ്മാൻ ഹാദി കൊല്ലപ്പെട്ടതിനോടനുബന്ധിച്ച് തന്നെ അവിടെ ദീപു ചന്ദ്രദാസ് എന്ന മാന്യനായ ഒരു ചെറുപ്പക്കാരൻ കൂടി കൊല്ലപ്പെട്ടു. ഒരു ഒരു അല്പനിമിഷമെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയുവാനായിട്ട് മീഡിയ ഓൺ ചാനലോ കേരളത്തിനകത്തുള്ള ബുദ്ധിജീവികളോ തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് ഹമാസിൽ
വലിയ രീതിയിലുള്ള പ്രശ്നം പാലസ്തീനിൽ ഉണ്ടാകുമ്പോൾ ഇസ്രായേൽ ആക്രമണമൊക്കെ നടക്കുമ്പോൾ വലിയ സങ്കടമാണ്. അതായത് ഈ രാജ്യത്തിനെതിരെ ഇങ്ങനെ നിരന്തരം വിഷം തുപ്പിക്കൊണ്ട് പബ്ലിക്കായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന മുക്കാൽ മീഡിയകളെയൊക്കെ കേന്ദ്ര സർക്കാരിന് നിരോധിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെയൊക്കെ നാളത്തെ അവസ്ഥയെ കുറിച്ചിട്ടൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. കാരണം ഇവരെ തൊടാൻ പറ്റുന്നില്ല, കൈ പൊള്ളുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബുർഹാൻ വാണിയോ യാസിൻ മാലിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടത് ഭീകരവാദികളോ ഒക്കെ കൊല്ലപ്പെടുമ്പോൾ മാത്രമേ അവരുടെ കണ്ണീര് അല്പമെങ്കിലും ഒന്ന് ചലിപ്പിക്കുള്ളൂ. ദീപു ചന്ദ്രദാസ് കൊല്ലപ്പെട്ടപ്പോൾ നിശബ്ദമായിരുന്നു ഇവിടുത്തെ അവസ്ഥ. അതിനുശേഷം ഗോവിന്ദ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ കൊല ചെയ്തപ്പോൾ ഈ മീഡിയകൾ ഉറക്കമായിരുന്നു, സംസാരിച്ചില്ല. നൈജീരിയയിൽ തൊലി കറുത്ത ക്രിസ്ത്യാനികൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഇവര് മിണ്ടിയില്ല. കാരണം എതിർഭാഗത്ത് വരുന്നതാരാ? ഞമ്മന്റെ തീവ്രവാദ സംഘടനകളാ. സിറിയയില് അവര് പരസ്പരം കൊന്നും കൊല വിളിച്ചും യസീദികളെ കൂട്ടമായിട്ട് കുനിച്ചു നിർത്തി കൂമ്പിനിടിക്കുക, തലയ്ക്ക് ഓട്ടയിടുക. ചെറിയ കുട്ടികൾക്ക് പോലും എന്തൊരു ഉന്നമാണ് മനുഷ്യന്റെ തലയ്ക്ക് വെടിവെക്കാൻ. അവനുള്ളതുപോലെ തന്നെ ഒരു ജീവനാണ് നമുക്കുള്ളതും എന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ലല്ലോ. അതിന് ഇവർക്കെവിടെയാ മാനവികത? ഏ സുഡാനില്, ബംഗ്ലാദേശില്, ഇറാനില്, ഇറാഖില്, സിറിയയില് ഇവിടെയൊക്കെ കൊല ചെയ്യപ്പെടുന്ന മനുഷ്യന്മാർക്കു വേണ്ടിയല്ല ഇവര് കരയുന്നത്. വലിയ രീതിയിലുള്ള ആക്രമണത്തിന് വിധേയമായി. എന്തായിരുന്നു ദീപു ചന്ദ്രദാസിന് നേരിട്ട ആക്രമണം? പോലീസിനായിരുന്നു ആദ്യം ദീപു ചന്ദ്രദാസിനെ കിട്ടിയത്. അതായത് തന്റെ സഹപ്രവർത്തകൻ മതനിന്ദ നടത്തിയെന്ന്, ദീപു ചന്ദ്രദാസ് മതനിന്ദ നടത്തിയെന്ന് ആരോപണം ഉന്നയിച്ചു. തെറ്റായ ആരോപണമാണ് എന്ന് ദീപു ചന്ദ്രദാസ് കരഞ്ഞ് ആ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ചെവിക്കൊള്ളുവാനായിട്ട് അവിടുത്തെ പോലീസ് പോലും തയ്യാറായില്ല. അവർ ഇയാളെ പിടിച്ച്, ദേഹത്തെ പിടിച്ച് നേരെ ഈ ഭീകരവാദികൾക്കിടയിലേക്ക് ഇട്ടുകൊടുത്തു. എന്തായിരുന്നു അതിന്റെ പരിണിത ഫലം? തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി പിന്നീട് ചുട്ടു. ഇവർക്ക് മനുഷ്യനാണ് എന്ന ഒരു യാതൊരു ധാരണയുമില്ല, മനുഷ്യത്വവുമില്ല. പിന്നെ ഇവരുടെ നേതാവിന് മനുഷ്യത്വം ഉണ്ടായിരുന്നില്ല. മുഹമ്മദ് നബിക്ക് തുണി പൊക്കി നോക്കി രോമം വളർന്നോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് രോമം വളർന്നവരെയൊക്കെ കൊന്നുകളയാൻ കൽപ്പിച്ച ബനു ഖുറൈള കൂട്ടക്കൊലയൊന്നും നമ്മളാരും മറന്നിട്ടില്ല. ആ നേതാവിന്റെ അനുയായികൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലെങ്കിലേ അത്ഭുതം. കെട്ടിത്തൂക്കി പിന്നീട് ചുട്ടുകൊളുത്തി പറത്തി കളയുകയായിരുന്നു ദീപു ചന്ദ്രദാസിനെ. ഗോവിന്ദാസ് എന്ന ട്രക്ക് ഡ്രൈവറിന്റെ കാര്യവും വലിയ വ്യത്യാസമൊന്നും ഇതിനുണ്ടായില്ല. അതിനും ഗുരുതരമായ അവസ്ഥയിൽ ഇപ്പോഴും ഹോസ്പിറ്റലിൽ കഴിയുകയാണ്, ആശുപത്രിയിൽ കഴിയുകയാണ്. ദീപു ചന്ദ്രദാസിന്റെ കൊലപാതകികൾക്കെതിരെ അതിശക്തമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് അവിടുത്തെ മുഹമ്മദ് യൂനസ് ഇടക്കാല സർക്കാർ പറയുണ്ടായി. പക്ഷേ അതിന് യാതൊരു രീതിയിലുള്ള പുരോഗമനം ഇതുവരെയും ഉണ്ടായില്ല. ദീപു ചന്ദ്രദാസിന്റെ കൊലപാതകികളായ ഭീകരന്മാർ ഇപ്പോഴും ബംഗ്ലാദേശിന്റെ തെരുവോരങ്ങളിലുണ്ട്. അവർ വളരെ സ്വതന്ത്രമായി നടക്കുന്നു. അപ്പോൾ അതിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറുവിരൽ ബംഗ്ലാദേശിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിക്കണ്ട. തസ്ലീമ നസ്രീൻ പറഞ്ഞത് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അത്യധികം ഭയാനകമായ ക്രൂരതയാണ് ദീപു ചന്ദ്രദാസിന് ബംഗ്ലാദേശിൽ അനുഭവിക്കേണ്ടി വന്നത്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ഹിന്ദു ഒന്നുകൂടി ഓർമ്മ വെച്ചോ, ഏതൊരു രാജ്യവും ഇസ്ലാമിന്റെ കൈപ്പിടിയിൽ അമർന്നാൽ നമ്മളിൽ ഓരോരുത്തരും, മതം വിട്ടവനും കാഫിറുകളുമൊക്കെ ഇതുപോലെ പബ്ലിക്കിൽ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി തീയിട്ട് ഊതിവിടും. ഇങ്ങനെ ഒരു സംഭവത്തിനു വേണ്ടി, ഇങ്ങനെ ഒരു ഇൻസിഡന്റിനു വേണ്ടി, ഇങ്ങനെ ഒരു സാഹചര്യം ഈ കേരളക്കരയിൽ, സർവോപരി ഈ ഭാരതത്തിൽ ഉണ്ടാകുന്നതിനു വേണ്ടി നിരന്തരം വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നത് ഈ അപകടത്തെ സംബന്ധിച്ച് ശരിക്കും മനസ്സിലായിട്ടുള്ളത് കൊണ്ടാണ്, വെറുതെയല്ല. ഇന്ന് ഒരു സ്ത്രീയുടെ തുറന്നു പറച്ചിൽ നിങ്ങൾ കേട്ടിരുന്നോ? അവര് ലുലുമാളിൽ പോയതാ. ഇപ്പൊ ദുബൈയിലൊക്കെ പോയി കഴിഞ്ഞാല്, അതല്ലെങ്കിൽ സൗദി, ഖത്തർ, ഇറാൻ അവിടെ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇവർക്കൊരു ധാരണയുണ്ട്, ഇത് ഞമ്മന്റെ രാജ്യമാണെന്ന്. അവിടെ ഇരുന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടു, ഒരു കമന്റ് ഇട്ടു, അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ പോയിട്ട് അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് വീഡിയോ എടുത്തൊക്കെ ഇടുന്ന ചില രീതികളുണ്ടല്ലോ. നൂബർ ശർമ്മയുടെ വിഷയമൊക്കെ വന്നപ്പോൾ ആൾക്കാരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുക, സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കയറി ഇന്ത്യൻ പ്രോഡക്റ്റുകൾ ബഹിഷ്കരിക്കുക, ഇങ്ങനെയൊക്കെ ചില കലാപരിപാടികൾ ഇവരൊക്കെ ചെയ്തല്ലോ. അതുപോലെ ലുലുമാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിക്കാടെ സ്ഥലമാണ്. അവിടെ ഒരു ഹിന്ദു സ്ത്രീ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കൊഞ്ഞനം കുത്തും,
ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാരകമായിട്ടുള്ള വിഷം നോട്ടിൽ ചേർത്തിട്ട് ഹിന്ദു സ്ത്രീകളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കയ്യിലും കൊടുക്കും. ഒരു ഹിന്ദു സ്ത്രീ വേദനയോടെ പറയാ, ഞങ്ങൾക്ക് ഈ ഐറ്റങ്ങളെ കാണുമ്പോൾ ഭയമാണ് തോന്നുന്നത്. ഇവര് മൊത്തവും ആകെ മൂടി ഇതിനകത്താണാണോ പെണ്ണാണോ, ഇവരുടെ കയ്യിലുള്ളത് സ്ഫോടക വസ്തുക്കളാണോ, പൊട്ടിത്തെറിക്കാനാണോ, പൊട്ടിത്തെറിപ്പിക്കാനാണോ, നമ്മുടെ തല ചീന്തി എടുക്കാനാണോ, എങ്ങനെയാ അറിയുന്നത്? ആളുകൾ ഭയപ്പാടോടുകൂടി സംസാരിക്കുവാണ്. ഹലോ, ഞാനിപ്പം ലുലുമാളിലാണുള്ളത്. എനിക്കൊരു കാര്യം എല്ലാവരോടും കൂടി പറയാനുണ്ട്. ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ്. ആദ്യത്തെ തവണ മദ്രസയിൽ പോണ രണ്ട് കുട്ടികള്, തൊപ്പി വെച്ച പിള്ളേര്, മദ്രസ എന്ന് ഞാൻ പറയാതാണ് കാര്യം. ആ മുസ്ലിം വേഷത്തെ രണ്ട് കുട്ടികള് എന്നെ കണ്ട് കൊഞ്ഞനം കുത്തി, കേട്ടോ, റോട്ടിൽ വെച്ച് കൊഞ്ഞനം കുത്തി കാണിക്കും. അത് ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചു. കുട്ടികളല്ലേ, മദ്രസ പൊട്ടന്മാരായിട്ട് വളരാനുള്ള കുട്ടികളാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇന്നൊരു വയസ്സായ കള്ള പറഞ്ഞിട്ട് മുഖക്കം മൂടി വന്നിട്ട് എന്റെ കൂടെയുള്ള കുട്ടീന്റെ കയ്യില് പൈസ കൊടുത്തിട്ട് കൊച്ചിന്റെ കയ്യിൽ പിടിപ്പിക്കാണ് പൈസ ലുലുമാളില്. ഇതെന്താണ്? പൈസയാണെന്ന് ആര് കണ്ടു? ഈ കള്ള എന്താ ഈ ചെയ്തതെന്ന് കാണിക്കാൻ നോക്കാൻ വേണ്ടി ചെന്നപ്പോ കള്ളെ കാണാനില്ല. കാരണം പറഞ്ഞിട്ട കുറെ എണ്ണം അവിടെ ഉണ്ട്. ഏത് ഭൂതാ വിചാരിച്ചിട്ടാ പിടിക്കണത്? ഇമ്മാതിരിയൊക്കെ കാണിക്കുമ്പോഴേ പബ്ലിക്കിന്ന് ഈ വേഷം മാറ്റുക, അത് മാത്രമേ ഇനി രക്ഷയുള്ളൂ. പബ്ലിക്കിൽ ഈ വേഷം വേണ്ട. ഞങ്ങൾക്ക് പേടിയുണ്ട്, മനസ്സിലായ? ഓരോ വേഷം കൊണ്ട് നടക്കണേ. ഹലോ, സത്യമാണ്, ഓരോരുത്തരുടെയും അനുഭവമാണിത്. ഈ പേടി തോന്നുവാണ് മനുഷ്യന്. ആകെ മൂടി ഇവര് വരിക, എന്താണ് ഇവരുടെ ലക്ഷ്യമെന്നും ഇനിയും സമൂഹത്തിൽ വന്നിട്ട് പൊട്ടിത്തെറിക്കാനാണോ അതോ നമ്മളെ കൊന്നു കൊലവിളിക്കാനാണോ എന്ന് എങ്ങനെ അറിയാം? പേടിയാണ് മനുഷ്യന്. ഈ 6-ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്രമതം അതുണ്ടായ കാലത്ത് പോലും മനുഷ്യന്മാര് ഭയക്കുക. ഉണ്ടായ രാജ്യത്ത് പോലും അവർ ഈ മതം വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുക. ലോകത്തിന്റെ ഏത് കോണിൽ പോയിരുന്നാലും ശരി, ഈ മുറിയന്മാരും അപ്പിക്കുപ്പായക്കാരും അവരുടെ തനി നിറം പുറത്തെടുക്കും. അത് എവിടെയാണ് നിൽക്കുന്നത് എന്നൊന്നുമില്ല. ഇപ്പോൾ അബ്ദുൾ റഹീം എന്ന ഒരുത്തൻ കണ്ടില്ലേ, സൗദിയിൽ പോയിട്ട് കാണിച്ചത് അവന്റെ ഒരു ധാർഷ്ട്യമാണ്. ഒരു ഹൗസ് ഡ്രൈവിംഗ് വിസയിൽ പോയ ആളാ, ഒരു പയ്യനെ അടിച്ചങ്ങോട്ട് കൊന്നു. എന്നിട്ട് അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 64 കോടി പിരിക്കുക. എന്നിട്ട് അവന്റെ അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോ? അവന്റെ എത്രയെത്ര ഫോൺ കോളുകൾ പല ആളുകളും റെക്കോർഡ് ചെയ്ത് പുറത്തിട്ടിട്ടുണ്ട്. അപ്പോ വേറെ ഏത് രാജ്യത്ത് നമ്മൾ ചെന്നിരുന്നാലും ശരി, ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണം. നമ്മുടെ രാജ്യത്ത് മാത്രം നിയമങ്ങളൊന്നും അനുസരിച്ചിട്ടില്ലെങ്കിലും സാരമില്ല. ഇപ്പൊ ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്യണം, സത്യപ്രതിജ്ഞ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആളുകളില്ലേ? അതൊക്കെ നമ്മുടെ രാജ്യത്ത് പറ്റും. മറ്റൊരിടത്ത് ചെന്നാൽ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ജീവിക്കണം. കഴിഞ്ഞ ദിവസം ദേര ഗോൾഡ് സൂക്ക്, അവിടുത്തെ റിച്ച് ഗോൾഡ് ജ്വല്ലറി, ദുബൈയിലാണെന്ന് തോന്നുന്നു, 10 കിലോയിലധികം സ്വർണം തട്ടിയെടുത്ത കേസില് മലയാളികളായ 2 ജീവനക്കാർക്ക് ദുബൈ കോടതി 1 വർഷം തടവും 14 ലക്ഷം ദിർഹം ശിക്ഷയും വിധിക്കുവാണ്. അപ്പോ എത്ര വരും 10 കിലോ ഗോൾഡ് എന്ന് പറയുമ്പോൾ? നമ്മുടെ ഇന്നത്തെ വിലയനുസരിച്ച് ഏകദേശം 98,000 രൂപ കവിഞ്ഞിട്ടുണ്ട് ഒരു പവന്റെ സ്വർണത്തിന്. അവിടൊക്കെ പോയിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ പിടിക്കപ്പെടില്ലെന്നാണോ ഇവര് വിചാരിക്കുന്നത്? ഇവര് ഭയങ്കര മിടുക്കന്മാരാണെന്നാണോ ഇവര് വിചാരിക്കുന്നത്? ഈ 10 കിലോ സ്വർണവും കൊണ്ട് ഇവൻ വിചാരിച്ചു ഇവൻ അങ്ങോട്ട് രക്ഷപ്പെടുമെന്ന്. അങ്ങനെ പിടിച്ചു. കോട്ടയം സ്വദേശികളായിട്ടുള്ള അജ്മൽ കബീർ, മുഹമ്മദ് അജാസ് പെട്ടെന്ന് ആകാൻ നോക്കിയതാ. കാരണം കാലിന്റെ ഇടയിൽ ഗോൾഡ് വെച്ച് ഇവിടെ കൊണ്ടുവന്നാൽ അത് ഞെക്കി തൂറി എടുത്താൽ ഹലാലല്ലേ?
അങ്ങനെ രണ്ടുപേരെയും ദുബൈ പോലീസ് പിടികൂടി. പക്ഷേ അവിടെയും ദുബൈ പോലീസിന് തെറ്റി. മുഹമ്മദ് അജാസ് എന്ന് പറഞ്ഞവൻ അവരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടത് സ്വന്തം രാജ്യത്തേക്കാ, ഇന്ത്യയിലേക്ക്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കൊടും ക്രിമിനലുകളെ ഒന്നും സംരക്ഷിക്കുകയോ അവർക്ക് വക്കാലത്ത് പറയുകയോ ചെയ്യുന്ന രീതി ഈ സ്വതന്ത്ര ഭാരതത്തിൽ നരേന്ദ്രമോദി ഭരിക്കുന്ന ചരിത്രത്തിൽ ഇല്ല. ഇവിടെ നിന്ന് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ ലവളുമാരെ ലവ് ജിഹാദിലും നാർക്കോട്ടിക് ജിഹാദിലും ഒക്കെ അകപ്പെട്ട് യമനിലേക്കും സിറിയയിലേക്കും ഒക്കെ പോയില്ലേ, ആടുമേയ്ക്കാനും ലൈംഗിക അടിമകളാക്കി സെക്സ് ലേവായിട്ട് മാറാനും ഒക്കെ പോയില്ലേ. പിന്നീട് താലിബാനികൾ അഫ്ഗാൻ പിടിച്ചെടുത്തപ്പോൾ കാബൂളിലെ ജയിലിൽ കിടക്കുന്ന ഇവളുമാരെയൊക്കെ അതാത് രാജ്യങ്ങളിലേക്ക് തന്നെ മടക്കണം എന്ന് ഭരണകൂടം ചിന്തിക്കുവാണ്. അങ്ങനെ രാജ്യത്തെ എല്ലാ വിദേശകാര്യ ഓഫീസുകളുമായിട്ടും ബന്ധപ്പെട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാവർക്കും. അങ്ങനെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലെ ചില ഉദ്യോഗസ്ഥർ കാബൂളിലെ ജയിലിൽ പോയി ഇവളുമാർക്കൊരു ഇന്റർവ്യൂ കൊടുക്കുവാണ്. അപ്പൊ ഈ ഇന്റർവ്യൂവിൽ ഇരുന്നപ്പോൾ നിമിഷ ഫാത്തിമ, ഇവളുടെ കയ്യിൽ ഒരു കുട്ടിയുണ്ട്. ഈ കുഞ്ഞിനെയും വെച്ചോണ്ടാണ് ഇവൾ ഇരിക്കുന്നത്. അപ്പോൾ അതൊരു പെൺകുഞ്ഞ. അപ്പോ NIA ഇതൊക്കെ ഒരുപാട് കണ്ട് തെളിഞ്ഞവർ, അവർക്കറിയാം ഈ കേസുകളൊക്കെ എത്രയായിരിക്കുമെന്നും ഇവരെ തിരിച്ചു കൊണ്ടുവരണോ വേണ്ടേ, അവിടെ തന്നെ കിടന്ന് ഒടുങ്ങണോ, തിരിച്ചു വന്നാൽ ഇവരെന്ത് ലക്ഷ്യത്തോടു കൂടി ആയിരിക്കും വരുന്നത് എന്നൊക്കെ അവർക്കറിയാം. അപ്പൊ ചെറിയ ഒരു തുണിയില്ലാത്ത ഒരു പെൺകുട്ടിയുടെ ഒരു പാവ ഈ കുഞ്ഞിന്റെ കയ്യിൽ, 2 വയസ്സുള്ള കുഞ്ഞിന്റെ കയ്യിൽ കൊടുക്കുവാണ് ഇന്റർവ്യൂവിന് പോയ NIA ഉദ്യോഗസ്ഥര്. ആ കുട്ടിയുടെ മുഖഭാവം അങ്ങ് മാറി. ആ 2.5 മണിക്കൂറുള്ള ഇന്റർവ്യൂ ഇപ്പോഴും കിടപ്പുണ്ട് കേട്ടോ നെറ്റില്. കുട്ടിയുടെ മുഖഭാവം അങ്ങ് മാറിയിട്ട് ആ പാവക്കുട്ടിയുടെ തല കറക്കി പിരിച്ചെടുത്ത് ഒരൊറ്റയേർ. എന്താ കാരണം? പെൺകുട്ടിയാ. ഈ പാവക്കുട്ടി പെൺകുട്ടിയുടെ ഡോളാ. വസ്ത്രവും ധരിച്ചിട്ടില്ല. ഈ 2 വയസ്സ് 2.5 വയസ്സുള്ള കുഞ്ഞിന്റെ ഉള്ളിലെ ആ ഒരു ഇസ്ലാമിക തീവ്രത എത്രയാണെന്ന് നോക്കിക്കേ. അങ്ങനെ NIA ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി ഇവർക്കൊരു മാനസാന്തരം വന്നിട്ടല്ല ഇവർ വരുന്നത്, എന്തൊക്കെയോ ഹിഡൻ അജണ്ടകളോടുകൂടിയാണ് വരുന്നത്. അതുകൊണ്ട് അവിടെ നിന്നാ മതി. 64 കോടി പിരിച്ചിട്ട് ഒരു കൊലയാളിയായിട്ടുള്ള അബ്ദുൾ റഹീമിനെ കേരളത്തിൽ ഇന്നെത്തും, ഇപ്പൊ എത്തും, പിന്നെ എത്തും, ദാ എത്തുന്നു, എത്തിക്കൊണ്ടേയിരിക്കുന്നു. എത്തി എവിടെ എത്തി? എത്തത്തില്ല. കാരണം എന്താ? അതിനൊന്നും ഈ രാജ്യം മുൻകൈയെടുക്കില്ല. 64 കോടി സ്വാഹ എന്ന് വിചാരിച്ചാൽ മതി. അതുപോലെ മുഹമ്മദ് അജാസ് 10 കിലോ സ്വർണം ദുബൈയിൽ നിന്ന് വെട്ടിച്ചിട്ട് ഇവിടെ വന്ന് സുഖസുന്ദരമായി ജീവിക്കാമെന്നാണ് ധരിച്ചതെങ്കിൽ നടക്കില്ല. മുഹമ്മദ് അജാസ് 6 വർഷത്തോളമായി അവിടത്തെ ജ്വല്ലറിയിൽ മാനേജരായിട്ട് പ്രവർത്തിക്കുകയാണ്. ഈ മോഷണത്തിന്റെ ആസൂത്രകൻ ഇവനാണ് എന്നാണ് ജ്വല്ലറി വക്താക്കൾ പറയുന്നത്. ഈ ജ്വല്ലറിയിലെ സൂപ്പർവൈസറും അതുപോലെ സെയിൽസ്മാനും ഒക്കെയാണ് മുഹമ്മദ് കബീർ അജാസ് 6 വർഷത്തോളമായിട്ട് മാനേജരും. അപ്പോൾ ഈ മാനേജരും സൂപ്പർവൈസർ കം സെയിൽസ്മാനും മുഹമ്മദ് കബീറും അജാസും 2 പേരും ചേർന്ന് നമ്മൾ ഇങ്ങനെ ജോലി ചെയ്താൽ എത്ര നാള് ജോലി ചെയ്യണം? എത്ര കൊല്ലം ജോലി ചെയ്താലാണ് നമ്മുടെ ഭാര്യമാർക്ക് കാലിന്റെ ഇടയിൽ കിലോ കണക്കിന് സ്വർണം വയ്ക്കാൻ പറ്റും? ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ചില ആസൂത്രണങ്ങൾ നമുക്ക് ആവശ്യമാണ്. ധൈര്യമുള്ളവന് ജീവിക്കാനുള്ളതാണ് ആ ലോകം. ധൈര്യമൊക്കെ പകർന്നു കൊടുത്ത് 2 പേരും 2022 2023 കാലയളവിൽ സാധനം കയ്യിലാക്കി.
സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിക്കേണ്ടി വന്നില്ല, ചാമാനം കയ്യിലുണ്ട്. പിന്നെ നമ്മുടെ മതത്തിനൊരു പ്രത്യേകതയുണ്ടല്ലോ. നമ്മുടെ മതം സമാധാനമാണെന്ന് പറയുമെങ്കിലും സമാധാനത്തിനല്ല പ്രാധാന്യം, സാധനത്തിനാണ്. ദുബൈയിൽ പ്രവർത്തിക്കുന്ന ചിറ്റിലപ്പള്ളി ജ്വല്ലേഴ്സിൽ നിന്നാണ് അഹമ്മദ് കബീർ വിവാഹ ആവശ്യത്തിനാണ് എന്ന് പറഞ്ഞു വാങ്ങിയ 120 ഗ്രാം സ്വർണം തിരികെ ലഭിക്കാതെ വന്നതോടുകൂടി ഇവര് റിച്ച് ഗോൾഡ് ജ്വല്ലറി ഉടമയെ വിവരമറിയിക്കും. തുടർന്ന് നടത്തിയ വിശദ